ബിഗ് ബോസ് തമിഴ് സീസൺ 8 ആട്ടം മുടിച്ചിട്ടേ എന്ന് എല്ലാവരും കരുതിയിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഒരു പുതിയ ഗെയിം സ്ട്രാറ്റജിയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഗെയിം സ്ട്രാറ്റജി എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ അവസാനിക്കും, ആർക്കിട്ടൊക്കെ പണി കിട്ടുമെന്ന് ബിഗ് ബോസിന് തന്നെ ഒരു ഐഡിയ ഇല്ല. നമുക്കും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല ഇതെന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി തുടങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സാധാരണ നമുക്ക് 14-15 ആഴ്ചയിൽ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ വരുന്നു. അവരുടെ ഇത്രയും നാളത്തെ ഒരു ജേർണിയും ഇപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റൻസ്, അതായത് ടോപ്പ് 8-ൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസുമായിട്ടൊരു മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്ത് അവരുടെ കുറച്ച് ഇത്രയും നാളത്തെ ജേർണി ഒക്കെ കാണിച്ചു കൊടുത്ത് ഭയങ്കര ഒരു ഇമോഷണൽ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്ത് എല്ലാവരും പുറത്തേക്ക് വരും. ഫിനാലെ അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ അതിലൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ് ബിഗ് ബോസ്. നിലവിൽ ഈ ഒരു സീസൺ 8-ൽ എക്സ് കണ്ടസ്റ്റൻസ് ആദ്യം എവിക്റ്റായി പോയ 8 കണ്ടസ്റ്റൻസ്, മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്ന അതേ കണ്ടസ്റ്റൻസ് നെക്സ്റ്റ് ബാച്ച് ഇതുവരെയും കയറിയിട്ടില്ല. അപ്പോൾ അവരെങ്ങനെയാണ് കയറുന്നത്, എന്നാണ് കയറുന്നതിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇനി അടുത്ത ആഴ്ചയാണോ ബാക്കിയുള്ള 8 പേര് കയറുന്നത്, അതോ അവരെയും എല്ലാവരെയും കൂടി കൂട്ടി ഒരു ഇതിലേക്ക് വരുമോ എന്നതിനെ കുറിച്ച് ഇതുവരെയും അപ്ഡേറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ ആഴ്ച തന്നെ മറ്റ് കണ്ടസ്റ്റൻസ് എത്തുമോ എന്നതിനെ കുറിച്ചും ഇതുവരെയും അപ്ഡേറ്റ് ഇല്ല എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിലവിൽ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ 8 കണ്ടസ്റ്റൻസിനെ വെച്ചൊരു ഗെയിം പ്ലാൻ ആണ്. അതിപ്പോ അവരെ ആ ഒരു ഗെയിമിനുള്ളിലേക്ക് ബിഗ് ബോസ് ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ 2 പേരെ, നിലവിലുള്ള ടോപ്പ് 8-ൽ നിന്ന് 2 പേരെ റീപ്ലേസ് ചെയ്ത് ഇവർക്ക് ആർക്കെങ്കിലും അതിലേക്ക് കയറാൻ സാധിക്കുമോ? അതുപോലെ ഇവർ പറഞ്ഞതുപോലെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ, ഇവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഈ 8 കണ്ടസ്റ്റൻസ് ആയിരിക്കുമോ ഈ ടോപ്പ് 8-ൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താക്കുക എന്നതിനെ കുറിച്ചൊന്നും ഒരു ക്ലാരിറ്റിയും വന്നിട്ടില്ല. എന്താണെങ്കിലും ബിഗ് ബോസ് വേറൊരു രീതിയിൽ ഒരു ഗെയിം സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നിലവിൽ നമുക്ക് ഈ ഒരു വീക്ക് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ മണി ബോക്സ് ഇതുവരെയും വെച്ചിട്ടില്ല. ഇന്നിനി വെക്കുമോ എന്നറിയത്തില്ല. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കായിരിക്കും കാണിക്കുക ലൈവിൽ. നമുക്ക് നോക്കാം, അപ്ഡേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. നിലവിൽ ഇന്നലെ ഒന്നും വെച്ചിട്ടില്ല, അപ്പൊ ഇന്ന് കാണിക്കാനുള്ള സാധ്യതകളില്ല. അപ്പൊ മണി ബോക്സ്, മിഡ് വീക്ക് എവിക്ഷൻ, ഇതൊക്കെയാണ് ഈ ഒരാഴ്ച പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാൻസ് മാരത്തോൺ, അതായത് പാട്ട് സോങ് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ ക്യാരക്ടർ ഉണ്ടായിരിക്കും. ആ ക്യാരക്ടറിനനുസരിച്ച് സോങ് വരുമ്പോൾ അവർ ആ ക്യാരക്ടറിനനുസരിച്ച് ഡാൻസ് ചെയ്യണം. മിക്ക ബിഗ് ബോസുകളിലും പല ലാംഗ്വേജുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പം ഒരു അവസാന സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഈ ഒരു ഡാൻസ് മാരത്തോണിൽ നിന്ന് എവിക്റ്റായി അല്ലെങ്കിൽ ഔട്ടായി പോകുന്നവർ ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ വരുമോ, അതോ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ബിഗ് ബോസ് തന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും ഇന്നൊരു ഡാൻസ് മാരത്തോൺ ടാസ്ക് നടക്കാൻ പോകുകയാണ്. അപ്പം അതാണ് ഇന്നത്തെ ഈ ഒരു 14-ാമത്തെ ആഴ്ച ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. 8 കണ്ടസ്റ്റൻസ് എവിക്റ്റായി പോയവരും നിലവിലുള്ള 8 പേരെയും വെച്ച് 16 കണ്ടസ്റ്റൻസ് നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട്. അപ്പം അവരെ വെച്ചിട്ട് ഒരു പുതിയ ഗെയിം സ്ട്രാറ്റജി അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന ആഴ്ചകളിൽ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ക്രിയേറ്റീവ് ടീം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നറിയത്തില്ല. ഈ സീസൺ എന്താണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ പാളിപ്പോയി. അപ്പം അവസാന നിമിഷമെങ്കിലും കുറച്ച് ഒന്ന് ഹൈപ്പ് കിട്ടാം, TRP കൂട്ടാം എന്ന് കരുതി അവസാന നിമിഷം എന്തൊക്കെയോ ചെയ്ത് കൂട്ടുകയാണ്. എന്തെങ്കിലും ആട്ടെ, ഒരു നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കൊള്ളാം. അപ്പം ആദ്യം വിക്റ്റായി പോയ അർണവൊക്കെ നമ്മുടെ ബോയ്സ് ടീമിലുണ്ടായിരുന്നു. അപ്പം ബോയ്സ് ഒക്കെ ഒരു കോർണർ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് വിക്റ്റായി പോയ സമയത്ത് പോലും സ്റ്റേജിൽ നിന്ന് പോലും കുറച്ച് റോസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ വിജയ സേതുപതിയും അർണവിനോട് കുറച്ച് മോശമായ രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതിനുള്ള ഒരു എന്താ പറയുന്നത്, പകവീട്ടൽ എന്ന രീതിയിൽ തിരിച്ചു കയറി വന്നപ്പോഴും അങ്ങനെ ഒരു സംസാരം ഉണ്ടായി. അതിനൊക്കെ 2 ലക്ഷത്തിന് മുകളിലാണ് ഓഡിയൻസ് ലൈവ് ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടി മാത്രം. എന്നാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ വന്ന കണ്ടസ്റ്റൻസ് ഒക്കെ നമ്മുടെ വിശാൽ, അതായത് നമ്മുടെ ദർശിക, അൻഷിത, ഇവർ തമ്മിലുള്ള ആ ഒരു ലവ് കണ്ടന്റ് പുറത്തേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് വിശാലുമായിട്ട് കുറച്ച് ടോക്സ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വിശാലിനെ അതും പറഞ്ഞ് ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്യുന്നു. ഈ ഒരു ലവ് കണ്ടന്റിൽ വിശാലിനെ തളർത്തി ഇവർക്ക് എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണോ ഇവർ ഗെയിം ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതോ അത് പറഞ്ഞ് വിശാലിനെ ഇനി പണപ്പെട്ടി എടുക്കുന്നതിലേക്ക് നയിക്കാനാണോ, മാനസികമായി തളർത്തി ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനാണോ എന്നതിനെ കുറിച്ച് അറിയത്തില്ല. വന്ന കണ്ടസ്റ്റന്റ്സ് പലരും ഈ ഒരു ലവ് കണ്ടന്റുമായി ബന്ധപ്പെട്ട് ട്രയാങ്കിൾ റവ് അങ്ങനെ പലതും പറഞ്ഞ് മോശമായി പോയി. അത് അവരെ ബ്ലോക്ക് ചെയ്യേണ്ടതായിരുന്നു. അതിൽ വിശാലിന്റെ ഭാഗത്ത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ലാന്ന് മാത്രമല്ല, തീർത്തും ചെറിയ രീതിയിൽ ഒരു പെർസെന്റേജ് ഓഫ്
അത് വിശാൽ എന്താണോ വിശാലിന്റെ സൈഡ് വിശാൽ ക്ലിയർ ചെയ്ത് തന്നെയായിരുന്നു നിന്നിരുന്നത്. മറ്റേത് അൻഷിതയാണെന്നുണ്ടെങ്കിൽ വിശാലാണെന്നുണ്ടെങ്കിലും അവരൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലായിരുന്നു. അപ്പൊ അതിനുള്ളിൽ അവരെല്ലാം ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അരുൺ, സത്യ, ജെഫ്രി, അതുപോലെ തന്നെ സൗന്ദര്യ എന്നിവരൊക്കെ. പിന്നെ കാണുന്നവരുടെ കണ്ണിൽ അവർക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ പറയുന്നുവെന്ന് മാത്രം. കാണുന്നവരുടെ തെറ്റ് അവർക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും തർഷിക അവരുടെ സൈഡ് ക്ലിയർ ചെയ്തിരുന്നു. അപ്പം അതെങ്ങനെയായിരുന്നു അതിനുശേഷവും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. വിശാൽ അത് ബ്ലോക്ക് ചെയ്തിരുന്നാൽ ഒരു സ്പേസ് അവിടെ കൊടുത്തിരുന്നു എന്ന് മാത്രം ചെയ്ത ഒരു തെറ്റെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും അതും പറഞ്ഞ് ഇന്നലെ മൊത്തം ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിലേക്ക് വിശാൽ പോയിട്ടുണ്ടായിരുന്നു. അതിപ്പം ഇന്നത്തെ ദിവസം അത് ഓവർകം ചെയ്യുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പം പ്രേക്ഷകരെല്ലാവരും ഇവരുടെ അൻഷിത അല്ലെന്നുണ്ടെങ്കിൽ തർഷിക എന്നിവരുടെ ഒരു എൻട്രിക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഇവർ വന്നു കഴിയുമ്പോൾ മാത്രം വിശാലിനൊരു സപ്പോർട്ട് ഉണ്ടാകും, അൻഷിത കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെയാണ് പ്രേക്ഷകർ കരുതിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും നോക്കാം. ഇന്നെന്താണെങ്കിലും ഉണ്ടായിരിക്കത്തില്ല, നാളെയോ നാളെ കഴിഞ്ഞോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ വരുമോ. അപ്പോൾ ആ സമയം വരെ വിശാൽ അവിടെ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് ഒരു ഉറപ്പില്ല. ഒരു മിഡ് വീക്ക് എവിക്ഷൻ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമോ എന്ന് പോലും ഒരു സംശയമുണ്ട്. നിലവിലെന്നാണെങ്കിലും ഈ ഒരു ടോപ്പ് 8 നിൽക്കുന്നവരിൽ നമുക്കെല്ലാവർക്കും അറിയാം മുത്തു, സൗന്ദര്യ എന്നിവരൊക്കെ നല്ല ലീഡിംഗ് വോട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ജാക്ലിൻ, അതുപോലെ തന്നെ ദീപക്കും ജാക്ലിനും കുഴപ്പമില്ലാതെ വോട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ ദീപക്, അതുപോലെ തന്നെ വിശാൽ, അരുൺ, പവിത്ര, ഇവർക്കാണ് ഒരു പ്രശ്നം വോട്ടിങ്ങിൽ വരുന്നത്. അത് മാറി മറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. റയാൻ ഓൾറെഡി ഫിനാലെ വീക്കിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ റയാൻ സേഫ് സോണിലാണ്. അപ്പം പവിത്രയ്ക്കാണ് കൂടുതൽ ചാൻസ്. അതുപോലെ തന്നെ വിശാൽ, അരുൺ ഇവരൊരു ഡേഞ്ചറസ് സോണിൽ എന്ന് തന്നെ പറയാം. ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ നമുക്ക് നോക്കാം. ഇന്നലെ നടന്ന ഒരു സംഭവം, വിശാലിനെതിരെ നടന്ന ഒരു ടാർഗറ്റിംഗ്, കോർണറിങ്, ഒരു സിമ്പതി വോട്ടിങ്ങിലേക്ക് വിശാലിന് കിട്ടിക്കഴിഞ്ഞാൽ വിശാൽ കയറി പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വന്നാൽ ചിലപ്പം ദീപക് ഈ ഒരു ഡേഞ്ചറസ് സോണിലേക്ക് വരാം. അല്ലെങ്കിൽ അരുൺ ഓർ പവിത്ര ആയിരിക്കും ഈ ഒരു മിഡ് വീക്ക് വെർഷൻ നടത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ. അത് ബിഗ് ബോസ് എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലേ നടക്കാൻ പോകുന്നുള്ളൂ. വോട്ടിംഗ് ഒന്നും ഇനി വലിയ കാര്യമായിട്ട് എടുക്കാൻ സാധ്യതയില്ല. ഇങ്ങനെയുള്ള മിഡ് വീക്ക് എവിക്ഷന് പണപ്പെട്ടി എടുത്ത് അതിനിടയ്ക്ക് ഒരാളെ വിറ്റാക്കുക എന്നുള്ളതൊക്കെ ബിഗ് ബോസിന്റെ ചില ഗൂഢതന്ത്രങ്ങൾ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. മിഡ് വീക്ക് എവിക്ഷനിൽ നമ്മൾ ഈ പറയുന്നത് പോലെ പവിത്ര, അരുൺ, വിശാൽ എന്നിവരെ തന്നെയാണ് ഹോട്ട് സീറ്റിൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് സോണിലേക്ക് നിൽക്കുന്നത്. അതിനിടയിൽ ദീപക്കും വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം അത് ഈ ഒരു നമ്മുടെ ഡാൻസ് മാരത്തോൺ എന്ന ടാസ്കുമായി ബന്ധപ്പെട്ട് വരുമോ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിശാലിനെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ലവ് കണ്ടന്റ് എത്രത്തോളം മറ്റുള്ള കണ്ടസ്റ്റൻസ് സക്സസ്ഫുൾ ആക്കും, അതുപോലെ തന്നെ അവരെ ബ്രേക്ക് ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ അൻഷിത, അതുപോലെ തന്നെ തർഷിക എൻ്റർ ആകുമോ ഈ ഒരാഴ്ച എന്നതിനെ കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഈ ആഴ്ച വോട്ട് ചെയ്യാനുള്ളവരൊക്കെ വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് മലയാളി പ്രേക്ഷകരൊക്കെ തമിഴ് ബിഗ് ബോസ് കാണുന്നവരുണ്ട്. അതുപോലെ തന്നെ ആരായിരിക്കും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ, മിഡ് വീക്ക് എവിക്ഷനിൽ ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നതൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പം ഇതൊക്കെയാണ് നിലവിലുള്ള അപ്ഡേറ്റുകൾ. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും നമുക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് കിട്ടുന്നില്ല. കിട്ടിയ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരാഴ്ച നമ്മുടെ പണപ്പെട്ടി ടാസ്ക്, അതുപോലെ തന്നെ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്നാണ് അറിയുന്നത്. അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇവരത് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. കാരണം അവസാന നിമിഷങ്ങളിൽ ഇവർ പല ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു 8 കണ്ടസ്റ്റന്റിനെ വിറ്റായി പോയവരെ വെച്ച് ഇപ്പം കാണിക്കുന്ന ഒരു ഗെയിം ക്രിയേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് കരുതി കൂട്ടിക്കുന്നു, TRP കൂട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതാണ്. അതുകൊണ്ട് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം, എന്ത് ടെസ്റ്റും ഉണ്ടാകാം. ചിലപ്പം ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനുകൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രേക്ഷകർക്ക് ഒരു രീതിയിലും ദഹിക്കാൻ പറ്റില്ലാത്ത പല കാര്യങ്ങളും നടക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളുള്ള ഒരു വീക്കാണ് ഇനി വരാൻ പോകുന്നത്. ഹിന്ദി ബിഗ് ബോസിലൊക്കെ കണ്ടതുപോലെ പുറത്തു നിന്ന് വന്ന കണ്ടസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു എവിക്ഷൻ നടത്താനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ നിലവിലുള്ള ടോപ്പ് 8 നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് എവിക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടന്നു വന്നതാണ്. 18 സീസണുകളായി അവിടെ. അപ്പം നമ്മുടെ സൗത്ത് സൈഡിലേക്ക് അത്രയൊക്കെ എത്തുന്നതേ ഉള്ളൂ. തമിഴാണെന്നുണ്ടെങ്കിലും മലയാളമാണെന്നുണ്ടെങ്കിലും ആ ഒരു ലെവലിലേക്ക് വരുന്നതേ ഉള്ളൂ. ചിലപ്പോൾ തമിഴ് ബിഗ് ബോസിൽ ഈ ഒരു സീസണോട് കൂടി അങ്ങനെ പല മാറ്റങ്ങളും വന്നേക്കാം. നമുക്ക് നോക്കാം. എന്താണെന്നുണ്ടെങ്കിലും അപ്ഡേറ്റുകളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മാരത്തോൺ ടാസ്ക് ലൈവിൽ തുടങ്ങുന്നതായിരിക്കും. അതോടൊപ്പം വരും ദിവസങ്ങളിലൊക്കെ ആയിരിക്കും പണപ്പെട്ടി ടാസ്ക്, അതുപോലെ തന്നെ മിഡ് വീക്ക് എവിക്ഷൻ ഒക്കെ നാളെ കഴിഞ്ഞൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.